ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 2 ജൂൺ 2 എന്താ? യെസ്, പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന അവരുടെ പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും അല്ലേ? കാരണം അവർക്ക് പുതിയ ഫ്രണ്ട്സുകളെ കിട്ടും. അവരുടെ ഫ്രണ്ട്സുകളായിട്ട് നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അതുപോലെ തന്നെ പുതിയ ടീച്ചേഴ്സ്, പുതിയ ക്ലാസ്, അതേപോലെ തന്നെ അവരുടെ പുതിയ ബാഗ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. എന്താ പറയുക, പെൻസിൽ ബോക്സ്, പെൻസിൽ, ഷാർപ്നർ, പിന്നെന്താ എറേസർ, ഇതൊക്കെ പുതുപുത്തനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കുഞ്ഞു കുട്ടികൾക്ക് ഇടയിലുണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും. അതേപോലെ തന്നെ പാരൻസിനും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 30 അതായത് മെയ് 30 ആയിരുന്നു എൻ്റെ മൂത്ത മോൻ അർജുൻ അവനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നാക്കേണ്ട ദിവസമായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്നാക്കി 31 തൊട്ട് അവന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ജൂൺ 2 രണ്ടാമത്തെ ആൾ അർണവിന് സ്കൂൾ സ്റ്റാർട്ടാവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ അജുവിനെ കൊണ്ടുവന്നാക്കുന്ന കാര്യങ്ങളിലെ വീഡിയോസ് ഞാൻ അങ്ങനെ അധികമൊന്നും എടുത്തിട്ടില്ല. അവസാനം ഒന്ന് വേണമെങ്കിൽ ഞാനൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അർജുനപ്പം 30 പോയി. ഇന്നിപ്പോൾ അർണവ് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ മോർണിംഗ് കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ സ്റ്റാർട്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു. അപ്പോൾ അർണവിന് ദോശ തന്നെയാണ് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടത്. അവർക്ക് സ്നാക്സ് കൊടുത്തു വിടണം. ലഞ്ച് പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് 12:30 വരെ ഉള്ളൂ, ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ ലഞ്ച് ആകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു വരും. പിന്നെ നാളെ തൊട്ടാണ് റെഗുലറായിട്ട് ക്ലാസ്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു. ദോശയ്ക്ക് ഇപ്പോൾ അനുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് അവന് ദോശയും പിന്നെ തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ തയ്യാറാക്കി അവന് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചായ കുടിച്ചില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ലല്ലോ, എന്നാലാണ് ഒരു ഉഷാർ കിട്ടുക. അപ്പോൾ അതിനിടയിൽ ഞാൻ ചായയൊക്കെ വെച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണേ.
അപ്പോൾ ഞാൻ ഈ ജോലി ചെയ്യുന്നതിനിടയിൽ അനു അവിടെ എനിക്ക് എന്താ പറയുക നല്ല കുട്ടിയായിട്ട് നിന്ന് എനിക്ക് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് തനിയെ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി ആൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ അവൻ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ നല്ല എന്താ പറയുക നല്ല കുട്ടിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നുണ്ടായി. അപ്പോൾ പോണേക്കാൾ മുന്നേ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, എന്നിട്ടാണ് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചായക്ക് പഞ്ചസാരയല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, ഷുഗർ ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നല്ല നമുക്കെന്താ പറയുക, ഒരു 2 ടീസ്പൂൺ ഷുഗർ ഇടുന്നതിന് പകരം ഒരു സാഷ ഇട്ടാൽ നമുക്ക് ഒരു എന്താ പറയുക മധുരം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഷുഗർ ഫ്രീയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ ചായ എന്ന് പറയുന്നത് നമുക്കൊരു ഉഷാറ് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് കാര്യങ്ങളെ മുന്നോട്ട് നീങ്ങുന്നില്ല. പിന്നെ അതുമല്ല, ഇത്രയും ദിവസം ഫ്രീ ഇങ്ങനെ പതുക്കെ കാര്യങ്ങൾ ചെയ്തത് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ സ്കൂൾ വണ്ടി വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവർക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണ്ടേ കുട്ടികൾക്ക്. അപ്പോൾ അത് കാരണം സ്പീഡപ്പ് ആവണമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഒരു ചായ കുടിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അർണവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. 2 ദോശ കഴിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ അർജുൻ 9ലേക്കായി, 9th സ്റ്റാൻഡേർഡിലേക്കായി. അതുപോലെ തന്നെ അർണവ് 5th സ്റ്റാൻഡേർഡിലേക്കായി. അപ്പോൾ ഈ ഒരു വർഷം എന്തൊരു പെട്ടെന്നല്ല ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകുന്നത്. കുട്ടികളും വലുതായി വരികയാണ്.
അപ്പോൾ അർണവ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂൾ വണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ സ്കൂൾ വണ്ടി എന്ന് പറയുന്നത് സ്കൂൾ ബസ്സിലല്ല വിടുന്നത്, പ്രൈവറ്റായിട്ട് ഒരു ഓട്ടോ ടാക്സി ഉണ്ടല്ലോ അതിലാണ് വിടുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരും. സ്കൂൾ ബസ്സാകുമ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് പോകണം, ഉള്ളിലേക്ക് ബസ് വരില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സൗകര്യമാണ്. അപ്പോൾ എന്തായാലും അർണവ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സ്കൂളിലേക്ക് പോയത്. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ നല്ല വിശേഷങ്ങൾ, എന്താണ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയണം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ അർണവ് സ്കൂളിൽ നിന്ന് വിട്ട് വന്നു. 12:30 വരെ ഉള്ളൂ ഇന്ന് ക്ലാസ്, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ ഇതാ ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. ഇനി വിശേഷങ്ങളാണ്, സ്കൂളിലെ കാര്യങ്ങൾ പറയാനായിട്ട് പോവാണേ. അങ്ങനത്തെ അല്ല, ഗ്യാസ് ഓൺ ആക്കണ പോലെ. അത് എന്താണ് സ്കൂൾ വിശേഷം പറയും. ടീച്ചർ ആരാ? ക്ലാസ് മിസ് ആരാ? ശ്രീദേവി മിസ്സോ? മറ്റേ ഗ്രൂപ്പിലുണ്ട മിസ് തന്നെ. പിന്നെ കുട്ടികളാരാ? എന്നിട്ട് പെന്നല്ലേ? പിന്നെന്താ? ഹൈലൈറ്റർ. പിന്നെ ഏതൊക്കെ മിസ്സുമാര് വന്നു? പിന്നെ പുതിയ മിസ് കുറെ വന്നിട്ടുണ്ട്, നോർത്ത് ഇന്ത്യൻസാ. പിന്നെ ഇത് ഫ്രണ്ട്സ് ഒക്കെയാ? ആരുണ്ട് ഫ്രണ്ട്സ്? ബിയോണ്ട സഹാനുണ്ട്, ഋതു ഉണ്ട്, ഐത്തിക് ഉണ്ട്, ആത്തിഫ് ഉണ്ട്, സൂര്യ ഉണ്ട്, ഷാനുണ്ട്, പിന്നെ കാർത്തിക്. എല്ലാം ബോയ്സ് ആണ് എന്റെ ഫ്രണ്ട്. എല്ലാരും എന്നെ അവിടെ ഇരിക്കാൻ പറയാം, അവിടെ ഇരിക്കാം, അവിടെ അവരുടെ സീറ്റിൽ ഇരിക്കാൻ പറയാം. ഗേൾസോ? ഗേൾസ് എനിക്കറിയില്ല. ഗേൾസ് പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടാ? പുതിയ കുട്ടി ഒരു ഗേള്. പിന്നെ ക്ലാസ് എവിടെയാ? ആണോ? ഉറപ്പാ? ഓഡിറ്റോറിയത്തിന് എവിടെ? ഉള്ളിലാ? അവിടെ അവിടെ തന്നെ. അപ്പൊ മീറ്റിങ്ങിനൊക്കെ ഇനി ഉണ്ടെങ്കിൽ വരാമ്പോ കാണാല്ലേ. ഫുഡ് കഴിച്ചാ? സ്നാക്സ് കഴിച്ചാ? അങ്ങനെ അർണവ് സ്കൂളിൽ നിന്ന് വിട്ടു വന്ന് അവൻ്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം ഇതുപോലെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവർക്കും പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെന്താ, ഇനി അടുത്ത വീഡിയോസുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ ഞാനിതിൽ ഞങ്ങൾ അർജുനെ കൊണ്ടുവന്നാക്കാൻ പോകുമ്പോൾ കുറച്ച് വീഡിയോസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോയപ്പോൾ എടുത്തിട്ട് വീഡിയോസ് ഇല്ല. ഞങ്ങൾ പോകുന്ന കുറച്ച് വീഡിയോസുകളും അവന് സ്കൂളിലേക്ക് പോണേക്കാളും മുന്നേ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നാക്കണേക്കാളും മുന്നേ അന്ന് തന്നെ രാവിലെ ഞാൻ തന്നെ ഒരു മൂവി അവന് കാണുന്നത്, അതായത് ഒരു കരാട്ടെ കിഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനത് കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങി ശോഭ മോളിൽ ഇന്നോക്സിൽ മൂവി കണ്ടിട്ടൊക്കെയാണ് അവൻ്റെ സ്കൂളിലേക്ക് പോയത്. 3 മണി തൊട്ട് 5 മണി വരെ സമയം ഉണ്ടായിരുന്നു, ഹോസ്റ്റലിൽ എത്തേണ്ട സമയം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ 1-2 വീഡിയോസ് വേറെയും വരാനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്നിപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ, അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങൾ എന്തായാലും ഇന്ന് അതായത് ഷെയർ ചെയ്യാമെന്ന് കരുതി, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോസും കൂടിയും ഇതിൽ ചേർക്കണോ വേണ്ടിയെന്ന് ആലോചിക്കണം. കാരണം ചിലപ്പോൾ ലോങ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഞാനതിൽ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ കാണാം. ഓക്കെ, വീഡിയോസൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
പിന്നെന്താ, അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോസിലൊക്കെ ആയിട്ട് വീണ്ടും കാണാം. സോ എന്തായാലും അർജുൻ ബോണൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ. This is the pinnacle of perfection in your hands. This is Xiaomi 15. Yeah, we make this mandi. പഠിച്ച എൻ്റെ ഫോൺ തിരിച്ചിട്ടു.